പക്ഷേ സുമിത്രയ്ക്ക് സമ്മതമല്ലല്ലേ? എനിക്ക് നടക്കൂല പ്രേം. ഞാനിത് പ്രതീക്ഷിച്ചാണ്. എന്നും സുമിത്രയ്ക്ക് പകുതി മനസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ കാര്യത്തിൽ. സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതൊക്കെ ഞാനായിരുന്നല്ലോ. ആ സാരമില്ല, എനിക്കിത് പുതുമയല്ല. ഒരിക്കൽ ഇതുപോലെ തോറ്റു മടങ്ങിയതാണ്. ഇപ്പതാ ഒരിക്കൽ കൂടി. അങ്ങനെ നിരാശനാവേണ്ട കാര്യമൊന്നും ഇതിലില്ല. സുമിത്രയുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണം. തന്നെ പോലെ സ്വതന്ത്രയാണോ അവൾ? സമൂഹത്തിന്റെ ദൃഷ്ടിയിൽ സുമിത്ര ഇപ്പോഴും ഒരു ഭാര്യ തന്നെയാണ്. ആ പുറന്തോട് പൊട്ടിച്ചു വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ദിലീപ്, എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ വേഗത്തിലും ആവേശത്തിലും ചെയ്യാൻ സുമിത്രയ്ക്ക് കഴിയുന്നുണ്ടാവില്ല. കേസ് കഴിയുന്നതോടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പ്രേം. എനിക്കത് വ്യക്തമായി കഴിഞ്ഞു. ഒരു റീതിങ്കിങ്ങിന്റെ ഘട്ടത്തിലാണ് ഇപ്പൊ സുമിത്ര. വേണോ വേണ്ടയോ എന്ന ഘട്ടം. അല്പം കഴിയുമ്പോൾ ആ കൺഫ്യൂഷൻ ഇല്ലാതാവും. സുമിത്ര ഈ വിവാഹ തീരുമാനത്തിൽ നിന്നും പിന്മാറുമെന്നാണോ ദിലീപ് പറയുന്നത്? എന്റെ മനസ്സ് അതാണിപ്പോ പറയുന്നത്. ആവർത്തിച്ച് അത് തന്നെ പറയുന്നു. പക്ഷേ പ്രസാദിനെ അക്സെപ്റ്റ് ചെയ്യാൻ സുമിത്രയ്ക്ക് ഇനി ആവില്ല ദിലീപ്. അത് സുമിത്ര പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. അത് പുറമേ, അകമേ സുമിത്രയുടെ മനസ്സ് നേർവിപരീതമാണ് ആഗ്രഹിക്കുന്നത്. സുമിത്രയെ വേദനിപ്പിക്കുകയും അപമാനിക്കുകയും സുമിത്ര വീട് വിട്ടപ്പോ ഒരു കുലുക്കവുമില്ലാതെ നോക്കി നിൽക്കുകയും ചെയ്ത പ്രസാദ് ഇന്നില്ല. പകരം മറ്റൊരാളാണ്. സുമിത്ര ആഗ്രഹിച്ചതിലേറെ സ്നേഹവും പരിഗണനയും കാരുണ്യവും മനസ്സിലുള്ള പുതിയൊരു പ്രസാദ്. ഈ എനിക്ക് പോലും ആ മാറ്റത്തിൽ അത്ഭുതം തോന്നി. പ്രസാദിനോട് ആദരവ് തോന്നി. അപ്പൊ പിന്നെ സുമിത്രയുടെ കാര്യം പറയാനുണ്ടോ? പ്രസാദ് നിന്നെ കാണാൻ വന്നിരുന്നോ? എന്ന്? ഒരു ദിവസം. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ ദിലീപ്, പ്രസാദിന്റെ മാനസാന്തരത്തിൽ വീണു പോയിരുന്നെങ്കിൽ പിന്നെ എന്തിന് സുമിത്ര ഡൈവേഴ്സിന് സമ്മതിച്ചു? അറിയില്ല. എല്ലാം ഒരു പ്രഹസനമായിട്ടാണ് തോന്നുന്നത്. ഇരുട്ടിലെ ഇല്ലാത്ത പൂച്ചയ്ക്ക് പുറകെയാണ് ഞാൻ. അർത്ഥശൂന്യമായ അന്വേഷണം. ഇതിന്റെ അവസാനം എന്താകുമെന്ന് ഒരു നിശ്ചയമില്ല പ്രേം. എന്നാ ഞാൻ പിന്നെ വരാം ദിലീപ്. ശരി. പലവട്ടം അമ്മ പറഞ്ഞപ്പോഴും നീ അത് ചെവിക്കൊണ്ടില്ല. ഇപ്പോഴും അത് തന്നെ അമ്മയ്ക്ക് പറയാനുള്ളൂ. കാര്യമില്ലാത്ത കാര്യത്തിൽ തലയിട്ട് നീ നിന്റെ സമയം വെറുതെ പാഴാക്കുക. നിനക്ക് അങ്ങോട്ടുള്ള സ്നേഹത്തിന്റെ 100% അവൾക്ക് നിന്നോടില്ല. വലിയ എഴുത്തുകാരുടെ കുടുംബാണത്രേ, പക്ഷേ നേരും നെറിയില്ല. ആട്ടെ, ഇനി എന്താ എന്റെ മോന്റെ പ്ലാൻ? തിരിച്ചു പോണം. ഇത് നേരത്തെ ആകാമായിരുന്നില്ലേ കുഞ്ഞെ? വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു തന്നെ തീരണം.
കത്തുണ്ടായിരുന്നു. എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താ ചേച്ചി ഇങ്ങനെ? അച്ഛൻ്റെ അവസ്ഥ അറിയാവുന്ന ആള് തന്നെയാണോ ഇങ്ങനെ വീണ്ടും വീണ്ടും? ആരെയും വേദനിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്താലും അത് മറ്റുള്ളവർക്ക് വേദനയാവുന്നു. അത്ര ശപിക്കപ്പെട്ട ജന്മ എന്റേത്. ഏയ് സുമിത്രേച്ചി, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കറിയാം ചേച്ചി എത്രമാത്രം വീർപ്പുമുട്ടൽ അനുഭവിക്കുന്നുണ്ടെന്ന്. യന്ത്രമല്ലല്ലോ, മനുഷ്യനല്ലേ. എനിക്ക് പറയാനുള്ളത് വേറൊന്നാണ്. നോക്കൂ, എൻ്റെ മുഖത്തേക്ക് നോക്കൂ. സ്വന്തം മനസാക്ഷിക്ക് വിരുദ്ധമായി ചേച്ചി ഒന്നും ചെയ്യണ്ട. പക്ഷേ മനസ്സിൽ എന്താണുള്ളതെന്ന് തുറന്നു പറയണം. ചേച്ചിയുടെ പ്രകൃതം എനിക്കറിയാം. മറ്റുള്ളവർക്ക് വേദനിക്കുമെന്ന് കരുതി വേദനകൾ അത്രയും സ്വയം വിഴുങ്ങുക, എന്നിട്ട് ആ ടെൻഷൻ അത്രയും അനുഭവിച്ച് കഷ്ടപ്പെടുക, അതിൻ്റെ ആവശ്യമില്ല. നോക്കൂ, ഇനി വിവാഹമോചനത്തിന് ചേച്ചിക്ക് പൂർണ്ണ മനസ്സിലേക്ക് വേണ്ട. അടുത്ത കൗൺസിലിങ്ങിൽ തുറന്നു പറയണം. നെഗറ്റീവായാലും പോസിറ്റീവായാലും ഉറച്ച സ്വരത്തിൽ തുറന്നു പറയുക. പക്ഷേ പറയേണ്ട സമയത്തൊന്നും പറയാതെ മൗനം ദീക്ഷിച്ചു നിന്നാൽ മൗനം സമ്മതമെന്നായിരിക്കും കൗൺസിലർ വ്യാഖ്യാനിക്കുക. സുമിത്രേച്ചി കേൾക്കുന്നുണ്ടോ? പ്രായം കൊണ്ട് ഇളയവനാണ് ഞാൻ. പക്ഷേ ചില സിറ്റുവേഷനിൽ ഇളയവർക്കും മൂത്താളുകൾ ഉപദേശിക്കേണ്ടതായി വരും. അതിപ്പോൾ മനസ്സിലായി. ഒരപേക്ഷയുള്ളൂ, ആ പാവം ദിലീപേട്ടനെ കൺഫ്യൂഷനിലാക്കരുത്. ഒരിക്കൽ മോഹിച്ച് നിരാശനായി മടങ്ങിപ്പോയ മനുഷ്യനാണ്. വീണ്ടും അത് ആവർത്തിക്കേണ്ടി വന്നാൽ ദൈവം നമ്മുടെ ഭാഗത്തു നിന്നൊന്നും വരില്ല. ആരെയും വെറുതെ പ്രതീക്ഷ കൊടുത്ത് കാത്തിരുത്തുന്നത് ശരിയല്ല. ദിലീപേട്ടനെ സ്വീകരിക്കുന്നുകൊണ്ട് പ്രസാദേട്ടൻ അനാഥനാവുന്നു എന്ന ചിന്തയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഡൈവോഴ്സ് നടക്കേണ്ട താമസം അങ്ങേരും ഡോക്ടർ രേഖയുമായുള്ള വിവാഹം നടക്കും. എന്തു പറയുന്നു? ഞാൻ ശരിക്കും ആലോചിക്ക്. ആലോചിച്ചിട്ട് മതി തീരുമാനം. പക്ഷേ തീരുമാനിച്ചാൽ പിന്നെ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. സമയമായി. എന്നാ ചേച്ചി പോയിക്കോളൂ. പറഞ്ഞത് മറക്കണ്ട. മനസാക്ഷി. ദാ രേഖ ഈ നഴ്സിംഗ് ഹോം എന്നേക്കുമായി ഉപേക്ഷിച്ചു പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കില്ല. അമേരിക്കയിൽ 2-3 വർഷത്തെ ഉപരിപഠനം, അത് കഴിഞ്ഞാൽ രേഖ തിരിച്ചു വരും ഈ സ്ഥാപനത്തിലേക്ക് തന്നെ. കാരണം രേഖയ്ക്ക് ഇവിടേക്ക് തിരിച്ചു വരാതിരിക്കാൻ കഴിയില്ല. അത്രമാത്രം ആത്മബന്ധം ഇവിടുത്തെ ഓരോ മണൽത്തിരിയോടും രേഖയ്ക്കുണ്ട്. അതുകൊണ്ട് ഇത് തിരിച്ചു വരാനുള്ള യാത്രയാണ് കുട്ടി. സോറി, ഞാൻ അല്പം വൈകിപ്പോയി. എങ്കിലും പുറപ്പെടുന്നതിന് മുമ്പ് എത്താൻ കഴിഞ്ഞല്ലോ, ഭാഗ്യം. വൈകിയാലും പ്രസാദ് വരുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. വന്നത് നന്നായി. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, എത്രയും പെട്ടെന്ന് തന്നെ സുമിത്രയുമായി ഒന്നിക്കണം. അതിനുവേണ്ടി എന്ത് റിസ്ക് എടുത്താലും കുഴപ്പമില്ല.
കോടതിയിലെ വിസ്താരം, ഫാമിലി കോർട്ടിലെ കൗൺസിലിംഗ്, ചടങ്ങുകൾ ഒന്നൊന്നായി കഴിയുക. നാടക അവസാന രംഗമാണ് ഡോക്ടർ. ഇനി പിരിയേ മാർഗമുള്ളൂ. പിന്നെ എങ്ങനെ ഒന്നിക്കാനാവും? ആ, സങ്കല്പത്തിലാവാം. സങ്കല്പത്തിലല്ല, യാഥാർത്ഥ്യത്തിൽ തന്നെയാവണം. കോടതിക്ക് നിയമങ്ങൾക്കും അപ്പുറം ഒരു മേഖലയുണ്ട്, മനസ്സ്. അവിടെ തെറ്റുകളും കുറ്റങ്ങളും പരസ്പരം പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞാൽ അകൽച്ച അടുപ്പമായി തീരാൻ ഒരൊറ്റ നിമിഷം മതി പ്രസാദ്. സുമിത്രയെ കണ്ട് ഒരു ശ്രമം കൂടി നടത്തണമെന്ന് മോഹമുണ്ടായിരുന്നു. കഴിഞ്ഞില്ല. പക്ഷേ എന്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും, നിങ്ങളുടെ കൂടിച്ചേരലിന് വേണ്ടി. ഞാൻ വിധിയിൽ വിശ്വസിക്കുന്നു ഡോക്ടർ. ചിലപ്പോ ചില വിധികൾ നമുക്ക് സൃഷ്ടിക്കേണ്ടി വരും പ്രസാദ്. എന്റെ മനസ്സ് പറയുന്നു, ഞാൻ അമേരിക്കയിലെത്തി ഏറെ വൈകാതെ ആദ്യം കേൾക്കുന്ന ഫോൺ മെസ്സേജ് നിങ്ങളുടെ റീയൂണിയന്റേതായിരിക്കുമെന്ന്. അല്ലേ ഡോക്ടർ? അങ്ങനെ സംഭവിക്കട്ടെ. അവസാന തീരുമാനമെടുക്കുന്നതിന് മുമ്പുള്ള ആ ഒരു നിമിഷം, അതാണ് പ്രധാനം. പൊരുത്തക്കേടുകളുടെ നീണ്ട ലിസ്റ്റിനിടയിൽ നിന്ന് പൊരുത്തത്തിന്റെ ഒരു വരിയോ ഒരു വാക്കോ കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് മതി ഒരു തിരിച്ചുവരവിന്. പ്രസാദിന്റെ സുമിത്രയുടെയും കാര്യത്തിൽ ആ തിരിച്ചുവരവുണ്ടാവും, എനിക്ക് ഉറപ്പുണ്ട്. ഡോക്ടറുടെ തിരിച്ചു വരുമോ? ഞാൻ തിരിച്ചു വരും പ്രസാദ്. നിങ്ങളെ ഒന്നിച്ച് ഒരു വീട്ടിൽ കാണാനായി ഞാൻ വരും. രേഖേ, ഫ്ലൈറ്റിന്റെ സമയം. ദാ കീ. എല്ലാം നന്നായി നോക്കണം. ഞാൻ തിരികെ വരുമ്പോ ഇതെല്ലാം ഇതുപോലെ തന്നെ ഉണ്ടാവണം കേട്ടോ. ശരി മാഡം. ശരി. See you, പ്രസാദ്. ബെസ്റ്റ് ഓഫ് ലക്ക്. സെയിം ടു യു. പോട്ടെ. ആഹാരം എടുത്തു വെച്ചിരിക്കുന്നു. അച്ഛൻ കഴിക്കുന്നില്ലേ? കുറച്ച് കഴിയട്ടെ. ഇപ്പൊ തന്നെ വൈകി. മതി ഒറ്റയ്ക്കിരുന്നുള്ള ഈ ആലോചന. വിശപ്പില്ല മോളെ. അതൊന്നും സാരമില്ല. അത്താഴം കഴിഞ്ഞ് മരുന്ന് കഴിക്കേണ്ടതാ. എഴുന്നേക്കച്ചാ. അച്ഛന് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. നമുക്ക് ഒന്നിച്ചിരുന്ന് ആലോചിക്കാം. അച്ഛാ, ദിലീപ് എന്നാ ഗൾഫിലേക്ക് തിരിച്ചു പോന്നു പറഞ്ഞത്? അങ്ങനെ തീയതിയൊന്നും പറഞ്ഞില്ല. എന്താ? എൻഗേജ്മെന്റിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? പോകും മുമ്പ് അത് നടത്തിക്കോളൂ.